ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. ഡാൻസിയുടെ ആ ഒരു കോൾ വരുമ്പം സൂര്യ നേരെ പെൻ ഹൗസിലേക്ക് ചെല്ലാണ്. ഈ ഒരു സമയം ആളുകളെല്ലാം ഭയങ്കര പരിഭ്രാന്തിയോടെ ഹെരാ പാലസിൽ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഹെരാ കിഡ്സ് അവരെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് പേര് വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം താങ്ങി പിടിച്ച് ഇവരെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം കൂടെ ലിഫ്റ്റിൽ കയറുന്ന സമയത്താണ് കെങ് ആ ഒരു കാഴ്ച കാണുന്നത്. ഒരു പെൺകുട്ടി ഒരു പട്ടിക്കുട്ടിയായിട്ട് ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് അവൾ വീണു പോകുന്നു. ഈ ഒരു സമയം മിൻസിയോളിനെ പറ്റിയുള്ള ആ ഒരു ഓർമ്മ കെങ്ങിന്റെ മനസ്സിലേക്ക് വരുന്നു. ഇവള് വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. മറ്റുള്ളവരൊക്കെ ഇവളെ തടയുന്നുണ്ട്. പക്ഷെ ഇവള് പറയുന്നു നമ്മൾ പോയില്ലെങ്കിൽ അവളുടെ കിടന്ന് മരിക്കും. അങ്ങനെ അവരെല്ലാം കൂടി ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് ലിഫ്റ്റിലേക്ക് ചെല്ലാണ്. അങ്ങനെ അവരൊക്കെ കയറി കഴിഞ്ഞപ്പം നമ്മുടെ മിൻഹക്കിന് മാത്രം കയറാൻ പറ്റുന്നില്ല. ലിഫ്റ്റ് അടയുകയാണ്. അവർ രണ്ടുപേരും സ്റ്റെയർ വഴി പുറത്തെത്താണ്. ഡാന്റേനെ സൂര്യൻ ഷൂട്ട് ചെയ്യാണ്. അവൻ താഴേക്ക് വന്ന് വീഴുകയാണ്. ലോഗനാണെങ്കിൽ പെൻ ഹൗസിലെത്തി സൂര്യനും കൊണ്ട് ആ ഒരു ലിഫ്റ്റിൽ കയറി താഴേക്ക് വരികയാണ്. ഹെരാ പാലസ് അത് കെട്ടിപ്പൊക്കിയ ആ ഒരു പ്രഭുവിന്റെ കൂടെ തന്നെ തകർന്ന് വീഴുകയാണ്. ന്യൂസിലൊക്കെ ഹെരാ പാലസിന്റെ ആ ഒരു തകർച്ചയെ പറ്റിയൊക്കെ വാർത്ത വരുന്നുണ്ട് കേട്ടോ. സൂര്യനാണെങ്കിൽ പോലീസിന് റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഡാന്റേ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. ലോഗനെ കൊല്ലാൻ ഉപയോഗിച്ച ആ ഒരു ബോംബിനെക്കാളും തീവ്രകരമായ ബോംബായിരിക്കും ഈ പ്രാവശ്യം ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ലോഗനെ കൊല്ലാൻ ശ്രമിച്ചതും ഡാന്റേ തന്നെയാണെന്ന്. സെക്രട്ടറിയുടെ ആ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ ലാപ്ടോപ്പിൽ നിന്ന് ഡാന്റേ ഇതുവരെ ചെയ്ത എല്ലാ ക്രൈംസിന്റെയും തെളിവുകൾക്ക് ഇവർക്ക് കിട്ടിയായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഇപ്പൊ ഉപകാരമില്ലല്ലോ. നമ്മുടെ ലോഗനും സൂര്യോനും ഒരു പ്രസ് കോൺഫറൻസ് ഏർപ്പെടുത്തിയൊക്കെയാണ്. ഹെരാ പാലസിലെ ആ ഒരു അംഗങ്ങൾക്കെല്ലാം കോമ്പൻസേഷൻ ഇവര് കൊടുക്കാൻ പോവാണ്. ആ ഒരു ഇൻസിഡന്റില് ഇവർക്ക് പങ്കില്ലെങ്കിലും സാധാരണക്കാരായ ആളല്ലേ, അവർക്കെല്ലാം എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും അത് ഇവര് തന്നെ തിരിച്ചു കൊടുക്കാണ്. അതുപോലെ സ്യോജനും ഡാന്റേയും ചേർന്നുണ്ടാക്കിയ ആ ഒരു ഷോങ്ങ ഗ്രൂപ്പ് ഇവർ ഏറ്റെടുക്കുകയാണ്. ഇനി മുതൽ അതിന്റെ പേര് സിംവോൺ കൺസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു വാർത്തയെല്ലാം നമ്മുടെ സ്യോജൻ ന്യൂസിലൂടെ കാണുന്നുണ്ട് കേട്ടോ. ഡാന്റേ മരിച്ചെന്ന ആ ഒരു വാർത്ത അവർക്ക് സന്തോഷം നൽകിയാണ്. അതെ, ഇവളെ ആക്ട് ചെയ്യായിരുന്നു. ആ ഒരു അൽഷിമേഴ്സ് എന്നൊക്കെ ഉള്ള റിപ്പോർട്ടൊക്കെ ഇവർ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഗുളികകളൊക്കെ ഇവള് കഴിക്കുന്നു എന്ന് മറ്റുള്ളവരെ വരുത്തി തീർക്കാണ്. ഈ ഒരു കാര്യം എൻബ്യോളിന് അറിയില്ല. അന്ന് എൻബ്യോൾ കൊടുത്ത ആ ഒരു ഡ്രഗ്സ് ഇവളെ ഒട്ടും എഫക്ട് ചെയ്തെന്നല്ല. കാരണം എൻബ്യോള് ഈ ഒരു ഡ്രഗ്സുമായിട്ട് നിൽക്കുന്നതൊക്കെ സ്യോജൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻബ്യോള് കൊടുത്ത ആ ഒരു വൈൻ ഇവള് കുടിക്കുന്നു. എൻബ്യോള് ആ ഒരു ഫോട്ടോ വാങ്ങാൻ പോയ ടൈമിൽ ഇവൾ ഓടിപ്പോയി കംപ്ലീറ്റ് വൈനും വോമിറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവള് മറവി നടിക്കുന്നത്. അപ്പൊ എൻബ്യോളുടെ സ്റ്റേറ്റ്മെന്റ് കോർട്ടിൽ ഇവക്ക് നല്ല രീതിയിൽ തന്നെ ഫലപ്രദമാവും. യൂൻഹയുടെ മരണത്തിന് സിറിയോൻ എത്രയേറെ തെളിവുകൾ കൊണ്ടുവന്നാലും ഇവക്ക് അൽഷിമേഴ്സ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവളെ രക്ഷപ്പെടും. ഇവക്ക് എൻബ്യോളിനും കൊറിയയിൽ നിന്ന് കടന്നു കളയുകയും ചെയ്യാം. ഇവിടെ നമ്മുടെ ഹായ് ആണെങ്കിൽ ആ ഒരു കോമയിൽ നിന്ന് എണ്ണീക്കാണ്. ഇവനാണെങ്കിൽ റോനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അവള് പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് ലോഗൻ പറയുന്നുണ്ട്. അതുപോലെ ഡാന്റേയുടെ മരണത്തെ പറ്റിയും സ്യോജന്റെ ആ ഒരു അൽഷിമേഴ്സിനെ പറ്റിയൊക്കെ ഇവൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഹായ്ക്കൊട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഉറപ്പായും അവൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഹാ പറയുന്നുണ്ട്. എൻബ്യോൾ എവിടെയാണെന്നും ഇവൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ എൻബ്യോൾ ആണെങ്കിൽ സ്യോജനും ഇവക്കും കഴിയണമല്ലോ. അതുപോലെ സ്യോജന് ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ട്. ഇവൾ അതിനു വേണ്ടിയാണെങ്കിൽ പാർട്ട് ടൈം ജോബുകൾ ചെയ്യാണ്. ഒരു കടയുടെ മുമ്പിൽ അതിന് പ്രൊമോഷന് വേണ്ടിയുള്ള ഡാൻസ് ഒക്കെ ഇവള് ചെയ്യാണ്. പക്ഷെ മറ്റു കുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവള് മാത്രം ആകെ നെർവസ് ആയിട്ടാണ് കളിക്കുന്നത്. കടക്കാരനാണെങ്കിൽ ഇവളെ ഫയർ ചെയ്യാണ്. അഡ്വാൻസ് ആയിട്ട് ഇവക്ക് കൊടുത്ത ആ ഒരു പൈസ ഇയാൾ തിരികെ ചോദിക്കാണ് കേട്ടോ. ഇവളാണെങ്കിൽ കരഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ആ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടല്ലോ, അയാള് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവളെ ഒരുപാട് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ ഇവക്കൊരു ജോബ് ഓഫർ ചെയ്യാണ്. ഒരു ദിവസം തന്നെ 1 മില്യൺ വോണ് ഇവക്ക് ഉണ്ടാക്കാം. വേറൊന്നുമല്ല, ഇവള് പാട്ട് പാടണം. അങ്ങനെ അയാൾ പറഞ്ഞ പോലെ ഇവള് ചെന്ന് പാടുകയാണ്. ഇവക്ക് ആ ഒരു തുകയും ഇയാൾ കൊടുക്കാണ്. അങ്ങനെ അവിടെ നിന്ന് എൻബ്യോൾ ഇറങ്ങുന്ന സമയം അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഹായ് ആയിരുന്നു കേട്ടോ വിളിച്ചത്. അവൾ ആകെ സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ഹായ് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. അങ്ങനെ ആകെ ഇമോഷണൽ ആയിട്ട് ഇവരിയ്ക്കുകയാണ്. ഹായ് ആണെങ്കിൽ എൻബ്യോളിനോട് അവളുടെ അമ്മ ആക്ട് ചെയ്യാണ്. അവൾക്ക് അൽഷിമേഴ്സ് ഒന്നും കാണില്ല എന്ന് പറയെങ്കിലും എൻബ്യോള് അവരോട് ദേഷ്യപ്പെടാണ്. അന്ന് ഞാനാണ് അമ്മയ്ക്ക് ആ ഒരു ഗുളിക കൊടുത്തത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഒരു അവസ്ഥ വന്നത്. എന്റെ അമ്മയെ വെറുതെ വിട്ടേക്ക്. അച്ഛൻ ഹോന്റെ അമ്മയോട് പറയാവോ എന്റെ അമ്മയെ
വെറുതെ വിടാനായിട്ട് പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷെ ഹായ് ഇതിന് സമ്മതിക്കുന്നില്ല. സ്യോജൻ ചെയ്തേക്ക് വളരെ വലിയ ക്രൂരതയാന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും എൻവോൾ ആകെ ദേഷ്യത്തോടെ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഇല്ല, എന്റെയും എന്റെ അമ്മയുടെയും കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവാണ്. ഇതെല്ലാം കേട്ട് ആകെ തകർന്നു പോവാണ്. അവനാണെങ്കിൽ എൻവോളെ എന്ന് വിളിക്കുന്നുണ്ട്, അവിടെ വീണ് പോകുന്നുണ്ട്. ഇവിടെ ഹായ് ആണെങ്കിൽ അവന്റെ കോളിംഗായിട്ടുള്ള ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്യോജിന്റെ കണ്ടീഷനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ ഇവിടെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഇവക്ക് അൽഷിമേഴ്സ് ഉണ്ടെന്ന് തന്നെ. അപ്പോഴാണ് ഹായ്ക്ക് ഓർമ്മ വരുന്നത് 6 വർഷം മുമ്പ് സ്യോജൻ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ MRI സ്കാൻ എടുത്തോണ്ട് കേട്ടോ. അത് കൊണ്ടുവരാൻ പറയണം. ഈ 2 സ്കാനും തമ്മിൽ ഈ ഒരു ഡോക്ടർ കമ്പയർ ചെയ്യുമ്പം അവന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ആ ഒരു സ്കാൻ അത് ഫാബ്രിക്കേറ്റഡ് ആണ്, അത് സ്യോജിന്റെ അല്ലെന്ന്. അതെ, സ്യോജന് അൽഷിമേഴ്സ് ഇല്ലെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. സ്യോജനെ അത്രയൊന്നും ലോകനും സൂര്യനൊന്നും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ട് അവള് താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇവർ ഒളിച്ചിരുന്ന് നിരീക്ഷിക്കാണ് കേട്ടോ. സെക്രട്ടറി എന്തൊക്കെയോ കൊണ്ടുവന്ന് കളയുന്നത് ഇവര് കാണുന്നുണ്ട്. ചെന്ന് നോക്കുമ്പം ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ഗുളികകളാണ്. ഇതൊന്നും സ്യോജൻ കഴിക്കുന്നില്ല എന്നിവർക്ക് മനസ്സിലാവുന്നു. സ്വന്തം മകളുടെ മുമ്പിൽ വരെ അവള് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അവൾക്കെതിരെയുള്ള ആ ഒരു തെളിവുകള് പുറത്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പൊ യൂൻഹയുടെ മരണത്തെ കാണിക്കുന്ന ആ ഒരു ഫൂട്ടേജ് ഒക്കെ പുറത്തുവിടാൻ ഇവര് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇപ്പൊ ലോകനും സുറിയോനും ഹായുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇവര് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ റോന നാളെ US പോവാണ്, അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഇവള് ഹോസ്പിറ്റലിൽ വന്ന് ഹായെ കണ്ടിരുന്നല്ലോ, അതിനെ പറ്റിയൊക്കെ സൂര്യോൻ പറയുന്നുണ്ട്. ഹായ് ആണെങ്കിൽ ലോകനോട് ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ റോന ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഹാ വരുന്നുണ്ട്. അവൻ ആ ഒരു കസേരയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവൻ അവളോട് സംസാരിക്കുകയാണ്. ഇന്ന് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അവളുടെ ആ ഒരു വൈറ്റ് ഡ്രസ്സ് അവൾക്ക് നല്ല മാച്ചിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും നീ നിന്റെ അമ്മയുടെ കൂട്ടാണ്. അപ്പൊ റോന പറയുന്നുണ്ട് ഇവളുടെ അമ്മ പറഞ്ഞിരുന്നത് ഇവക്കുള്ള ആ ഒരു പിടിവാശിയും ഇവളുടെ ആ ഒരു മുടിയും ഒക്കെ അവളുടെ അച്ഛന്റെ കൂട്ടാന്ന് കേട്ടോ. ഹായ് ആണെങ്കിൽ അവൾക്ക് എല്ലാവിധമായിട്ടുള്ള ബെസ്റ്റ് വിഷസ് നേരുന്നുണ്ട്. അവിടുന്ന് പോവാൻ ഒരുങ്ങുന്ന ടൈമില് റോന അവനെ തടയാണ്. എന്തിനു വേണ്ടിയാ എന്നെ രക്ഷിച്ച്, ഞാൻ എത്രത്തോളം പേടിച്ചു പോയെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് ഇവള് കരയാണ് കേട്ടോ. ഹായ് ആണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കാണ്. എന്നിട്ട് അവൻ അവിടുന്ന് പോവാണ്. അങ്ങനെ മറ്റൊരു റൂമിലെത്തുമ്പം ഇവനവിടെ വീണ് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ഹായ്ക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അന്ന് ആ ഒരു ആക്സിഡന്റിന് ശേഷം ഇവൻ ഉണർന്നല്ല ഹോസ്പിറ്റലിൽ വെച്ച്, ഇവന് ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇത് ലോകനും സുറിയനും ഒക്കെ അറിയാൻ കേട്ടോ. മാത്രമല്ല ഇനി കുറച്ച് നാളും കൂടി ഇവന് ഈ ഒരു ലോകത്തുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം എൻബിയോളിനോ റോനയ്ക്കോ അറിയില്ല. അവനാണെങ്കിൽ തൻ്റെ മകളെ പിരിയുന്ന ആ ഒരു വിഷമത്തിൽ കരയാണ്. ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ലോകനാണല്ലോ. അപ്പൊ ഇവളിട്ടിങ്ങനെ ഡ്രസ്സിനെ പറ്റിയൊക്കെ അവനാണ് ഹായ്ക്ക് പറഞ്ഞു കൊടുത്തത്. കാരണം ഇവൻ കംപ്ലീറ്റ്ലി നോർമലാന്ന് റോനോട് വരുത്തി തീർക്കാൻ വേണ്ടി. ഇവിടെ റോനയാണെങ്കിൽ ഹായ്ക്ക് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇവളാണെങ്കിൽ അതിൽ നോക്കിയിരിക്കുകയാണ്. അച്ഛാ ഗുഡ് ബൈ, ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ അവള് പറയാണ്. സുറിയോനെ ഇപ്പൊ ഹായ് ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ. സ്യോജൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരുവിധം ഹായ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണോ അവൾ താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ ഈ ഒരു വീഡിയോ കോളിലൂടെ ഇവൻ സുറിയോനെ കാണിക്കുകയാണ്. ഇവന് കണ്ണാണാൻ പറ്റില്ലല്ലോ. അവൻ പതുക്കെ ആ ഒരു സ്റ്റെപ്പ് കയറി പോവാണ്. സ്യോജന്റെ ആ ഒരു രഹസ്യം, അതായത് അവക്ക് ഒരു പ്രശ്നമില്ലെന്നുള്ള കാര്യം ഇവൻ തന്നെ നേരിട്ട് എൻബിയോളിനോട് പറയാൻ പോവാണ്. അപ്പൊ ഇതിനെപ്പറ്റി സുറിയോനോട് ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഒരു വീഡിയോ കോളിലോട്ട് സുരൻ ശ്രദ്ധിച്ച സമയത്ത് ഹായുടെ പിന്നാലെ ഒരാൾ കയറി വരുന്നത് ഇവള് കാണുന്നുണ്ട്. അത് സ്യോജനായിരുന്നു. ആ ഫോൺ കട്ട് ചെയ്ത് ഇങ്ങനെ പോവാണ് ഓരോ റൂമിലും. ഇവിടെ ആണോ സ്യോജൻ താമസിക്കുന്നത് എന്നറിയാനായിട്ട് ഇവനെങ്ങനെ എൻബിയോളെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് സ്യോജൻ സംസാരിക്കാണ്. ഇവളാണെങ്കിൽ ഇവനെ പേടിപ്പിക്കാണ് കേട്ടോ. ഇവന്റെ മുമ്പിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിയാണ്. അങ്ങനെ ഇവര് തമ്മിൽ നല്ലൊരു തർക്കം ഉണ്ടാവുന്നുണ്ട്. സ്യോജനാണെങ്കിൽ തനിക്കെതിരെയുള്ള തെളിവുകളൊക്കെ കളയാൻ ഇവരോട് പറയാണ്. എൻബിയോളിനോട് ഇതൊന്നും പറയരുത്. പക്ഷേ ഹായ് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിലുണ്ടായ ആ ഒരു പിടിവലിയില് ഹാ താഴേക്ക് വന്ന് വീഴാണ്. സ്യോജൻ പെട്ടെന്ന് ഷോക്കായി. അവളാണെങ്കിൽ താഴേക്ക് ചെല്ലാണ് കേട്ടോ. ഹായുടെ തലയിൽ നിന്ന് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവള് പെട്ടെന്ന് എമർജൻസി നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്ന സമയം ഹായ് ആണെങ്കിൽ പതിയെ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ കൈവെക്കുകയാണ്. യൂൻഹേ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് അവൻ പറയാണ്. ഇതോടെ കേട്ട് സ്യോജനാകെ ദേഷ്യം വരികയാണ്.
അവളാണെങ്കിൽ അവനെ അവിടെ ഉപേക്ഷിച്ച് അവിടുന്ന് പോവാണ്. അപ്പൊ സൂര്യോന് സംശയം തോന്നല്ലോ. അവള് വേഗം തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പം കാണുന്ന കാഴ്ച ഇങ്ങനെ ചോര വാർന്ന് കിടക്കുന്നതാണ്. അതെ, മരിച്ചു കഴിഞ്ഞു. അവനെ ആ ഒരു മോർച്ചറിയിൽ കാണാനായിട്ട് എൻവ്യോള് വരെയാണ്. അവളാകെ തകർന്നു പോവാണ്. അവളാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട്, ഇവനോട് മാപ്പ് പറയുന്നുണ്ട്. എത്രയേറെ ക്രൂരമായ വാക്കുകളാ ഇവള് സ്വന്തം അച്ഛനോട് പറഞ്ഞത്. അതിനൊക്കെ ക്ഷമ ചോദിക്കാണ്. അപ്പൊ ഹായുടെ ഒരു വാർത്ത അറിഞ്ഞ് ലോകനും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. ഹായ്ക്ക് കൊടുക്കാനായിട്ട് ആ ഒരു പെണ്ണ് രോന കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അതുമായിട്ടായിരുന്നു ഇവൻ വന്നത്. അപ്പൊ എൻവ്യോള് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം ലോകൻ ഇവളോട് സംസാരിക്കുന്നുണ്ട്. ഹായുടെ മരണത്തിന് പിന്നില് സ്യോജനാന്ന് ഇവളോട് പറയുന്നുണ്ട്. പക്ഷെ ഇവള് വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ എന്റെ കണ്ടുകൊണ്ട് കാണാതെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ അമ്മ നോർമൽ അല്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മയെ അൽഷിമേഴ്സ് ബാധിച്ചിരിക്കുകയാണ്. ഇവിടെ സ്യോജനാണെങ്കിൽ കൊറിയയിൽ നിന്ന് കടന്നു കളയാൻ വേണ്ട പ്ലാനുകൾ ചെയ്യാൻ കേട്ടോ. ഹായുടെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞു. അപ്പം ഇപ്പൊ തൽക്കാലം സ്യോജന ഇവിടുന്ന് പോകുന്ന നല്ലതെന്ന് സെക്രട്ടറി പറയാണ്. അങ്ങനെ പെട്ടെന്നാണ് ഇവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചത് ഒരു അൺനോൺ നമ്പറിൽ നിന്നാണ്. എൻവ്യോള് കരയാണ്, അമ്മേ എന്നെ രക്ഷിക്കൂന്നൊക്കെ എൻവ്യോള് അലറി വിളിക്കാണ്. പെട്ടെന്ന് ആ ഒരു കോളിൽ നിന്നും സൂര്യോന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. നീ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരിക, യൂൻഹെ മരിച്ച ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ സ്യോജൻ അങ്ങോട്ടേക്ക് പോവാൻ ഒരുങ്ങുമ്പം ഈ ഒരു സെക്രട്ടറി പറയുന്നുണ്ട്, ഇതൊരു ട്രാപ്പാണ് മാം, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, എൻവ്യോളിനെ ഞാൻ കണ്ടെത്തിക്കോളാം. മാം എത്രയും പെട്ടെന്ന് എബ്രോഡിലേക്ക് പോകുന്നൊക്കെ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും സ്യോജൻ ആകെ ദേഷ്യമുണ്ട്. അത് എന്റെ മകളാണ്, അവളെ കഴിഞ്ഞുള്ളൂ എനിക്ക് എന്തും എന്ന് പറഞ്ഞ് വളരെ വേഗം തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. അവളോട് ചെല്ലുമ്പോ കാറിന്റെ അടുത്ത് സൂര്യോൻ നിപ്പോണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ എൻവ്യോൾ എന്തേ എന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യോൻ ഒന്നും പറയാതെ ആ ഒരു കാറിനെ തള്ളിക്കൊണ്ട് പോവാണ് കേട്ടോ. സ്യോജൻ വേഗം ആ ഒരു കാറിന്റെ അടുത്തേക്ക് വരികയാണ്. അവൾ ഒരു ഫ്രണ്ട് ഡോർ തുറന്ന് പുറകേക്ക് നോക്കുന്ന സമയം അതിലുണ്ടായിരുന്നത് വെറും ഒരു ബൊമ്മയായിരുന്നു. സൂര്യൻ പറയുന്നു, അപ്പൊ നീ കംപ്ലീറ്റ്ലി ഓക്കെ ആണല്ലേ, എന്നിട്ടാണല്ലേ ഇത്രയും നാളും നാടകം കളിച്ചത്? യൂൻഹയുടെ ആ ഒരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തെന്നൊക്കെ സൂര്യോൻ ചോദിക്കുമ്പം സ്യോജനാണെങ്കിൽ എൻവ്യോൾ എവിടെ എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും ലോകനും എൻവ്യോളും ഇവരണ്ടരും നിൽക്കുന്നതിന്റെ ഉയരമുള്ള ഒരു പ്രദേശത്തായ നിപ്പോണ്ട് കേട്ടോ. ഇവരെ വാച്ച് ചെയ്തോണ്ട് ഇവര് പറയുന്നതെല്ലാം കേട്ടോണ്ട് അവരവിടെ നിൽക്കുകയാണ്. സൂരജ് ചോദിക്കുന്നത്, നീ എന്തിനു വേണ്ടിയാണ് ഹായെ കൊന്നത്? സ്യോജൻ പറയുന്നു, നീ എനിക്കെതിരെയുള്ള തെളിവുകൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ, എന്നെ ഇത്രയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഇപ്പോഴും ജീവനോട് ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഇതൊക്കെ എൻവ്യോള് കേൾക്കുന്നുണ്ടല്ലോ. അവക്ക് മനസ്സിലാവുന്നു തന്റെ അമ്മ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, അതുപോലെ തന്റെ അച്ഛനെ കൊന്നതും തന്റെ അമ്മ തന്നെയാണെന്ന്. അവളാകെ തകർന്നു പോവാണ്. ഇത്രയൊക്കെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തിട്ടും വീണ്ടും അവരൊരു ചെകുത്താനായിട്ട് മാറുകയാണല്ലോ. അവള് വേഗം തന്നെ പോലീസുകാരെ വിളിക്കാണ്. യൂൻഹെ കന്നത് സ്യോജനാന്ന് ഇവൾ അവരോട് പറയുന്നുണ്ട്. ഇവിടെ സൂര്യോനും സ്യോജനും സംസാരിച്ചു നോക്കുമ്പം ദൂരേന്ന് പോലീസ് വണ്ടികൾ വരുന്നത് ഇവര് കാണുന്നുണ്ട് കേട്ടോ. സൂര്യൻ പറയുന്നുണ്ട്, നീ തീർന്ന്, നിന്റെ മകള് വരെ നിന്നെ ഉപേക്ഷിച്ചായിരുന്നു. ഈ ഒരു പോലീസുകാരെ വിളിച്ചതൊക്കെ നിന്റെ മകള് തന്നെയാണ്. അപ്പോഴാണ് സ്യോജിൻ എൻവ്യോളിനെ കാണുന്ന കേട്ടോ. ലോകന്റെ കൂടെ അവൾ ആ ഒരു മുകളിൽ നിൽക്കുന്നത് ഇവള് കാണുന്നുണ്ട്. സ്യോജിനാകെ ഷോക്കാണ്. പെട്ടെന്ന് സ്യോജിൻ സൂര്യനൊക്കെ തിരിഞ്ഞിട്ട്, നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. നീ എന്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം വളരെ സന്തോഷത്തോടായിരുന്നേ. ഞാനും എൻവ്യോളും അവളുടെ അച്ഛനും വളരെ സന്തോഷത്തോടെ എന്റെ ജീവിതം നയിച്ചേനെ. ആ ഒരു ഡാൻറ്റയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ലായിരുന്നു. സൂര്യൻ പറയുന്നു, നിനക്ക് സന്തോഷോ? ഇത്രയൊക്കെ ചെയ്തിട്ട് നീ ഇനി ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ ഒരു സമയം പോലീസ് വണ്ടികള് ഇവരുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടോ. സ്യോജൻ പറയുന്നു, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് മരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവളും സൂര്യനായിട്ട് ആ ഒരു പാറയുടെ അറ്റത്തേക്ക് പോവാണ്. അപ്പൊ സൂര്യൻ പറയുന്നുണ്ട്, സ്യോജൻ വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവള് പെട്ടെന്ന് താഴേക്ക് വീഴാണ് കേട്ടോ. ആ ഒരു നദിയിലേക്ക് സൂര്യൻ പോയി വീഴാണ്. ഇത് കണ്ട് സ്യോജനാണെങ്കിൽ സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. പോലീസുകാർ പെട്ടെന്ന് വന്ന് സ്യോജനെ പിടിക്കാനുള്ള ഒരു നല്ല ഞാനല്ല എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ലോങ്ങനാണെങ്കിൽ ഈ ഒരു കാഴ്ചയുടെ വേഗത്തിനെ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആ ഒരു പാറയുടെ അറ്റത്ത് നിന്ന് സൂര്യോനെ വിളിച്ച് അലറി കരയാണ്. സൂര്യോൻ ആ ഒരു നദിയുടെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ.